Hello, welcome to Learners Friendly. ഇന്ന് നമ്മൾ HSCയുടെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിലവിലുള്ള സിലബസിൽ സോണറ്റ് 121 നമുക്ക് പഠിക്കാനുണ്ട്. വില്യം ഷേക്സ്പിയറിന്റെ സോണറ്റ് നമ്പർ 121. നമ്മൾ HSCക്ക് പഠിക്കുമ്പോൾ സോണറ്റ് എന്താണ്, അതിന്റെ തീം എന്താണ്, അതിന്റെ അനാലിസിസ് എന്താണ്, അതിന്റെ സമ്മറി എന്താണ്, ഇങ്ങനെ സർഫേസ് ലെവലിൽ പഠിച്ചാൽ മാത്രം പോരാ. അതിൽ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയാറില്ലേ, തെങ്ങിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ തെങ്ങിൽ കെട്ടിയിട്ട പശുവിനെ കുറിച്ച് എസ്സേ എഴുതിയെന്ന്, അതുപോലെ ഓരോ വരിയും കണക്ട് ചെയ്യുന്ന പേഴ്സണിലേക്കും അതേപോലെ തന്നെ വർക്കിലേക്കും ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് വേണം HSC പോലുള്ള പരീക്ഷകൾക്ക് പഠിക്കാൻ. കാരണം ഇതിനെക്കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്കിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, ഈ പോയതിൻ്റെ സമ്മറി എന്താണെന്നൊക്കെ. അങ്ങനെ പഠിച്ചു പോകുന്ന 15,000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 15,000 ആൾക്കാർക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം കിട്ടില്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യം നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതിന് പകരം വളഞ്ഞു മൂക്ക് പിടിച്ചിട്ട് പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോണറ്റ് 121 കുറിച്ച് പറയുന്നു, അതേപോലെ തന്നെ അതിൻ്റെ പബ്ലിക്കേഷനെ കുറിച്ച് പറയുന്നു, അത് പബ്ലിഷ് ചെയ്ത വ്യക്തി ആരാണെന്ന് പറയുന്നു, മിസ്റ്റർ WH ആരാണെന്ന് പറയുന്നു, അജ്ഞാതനായിരിക്കുന്ന WH കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു, ഇത് വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഓതറിനെ കുറിച്ചിട്ടുള്ള കോൺട്രവേഴ്സീസ് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തേത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പ് HSCയുടെ ക്ലാസ്സസ് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ അവൈലബിൾ ആണ്. 2,500 രൂപ മാത്രമാണ് നമ്മളിപ്പോൾ HSCയുടെ കോഴ്സിന് ഫീസായിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സാം വരെയും ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓരോ ടോപ്പിക്കിലെയും ക്ലാസ്സിനനുസരിച്ചിട്ട് അതിൻ്റെ ഡിസ്കഷൻസും മോക്ക് ടെസ്റ്റുകളും പേഴ്സണലൈസ്ഡ് മെൻ്റൽ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോണറ്റ് 121. സോണറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 14 വരിയുള്ള പോയത്തിനെയാണ് നമ്മൾ സോണറ്റ് എന്ന് വിളിക്കുന്നത്. ഈ 14 വരികളെയും നമ്മൾ 4 രീതിയിൽ 4 സെറ്റാക്കി തരംതിരിച്ചിട്ടുണ്ട്. 3 ക്വാട്രെയിനും ഒരു കപ്ലറ്റും എന്നുള്ള രീതിയിൽ. ക്വാട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വരികളുടെ കൂട്ടത്തിനെയാണ് ക്വാട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ടുഗദർ 14 വരിയുള്ള പോയത്തിനെ 3 ക്വാട്രെയിൻസും ഒരു കപ്ലറ്റും ആക്കുന്നു. കപ്ലറ്റിൽ 2 വരികളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സോണറ്റിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. ഷേക്സ്പിയർ 154 സോണറ്റുകളാണ് എഴുതിയിട്ടുള്ളത്. ഈ 154-ൽ 126 ഒരു ഫെയർ യൂത്തിന് വേണ്ടിയിട്ട്, ബാക്കി 28 ഒരു ഡാർക്ക് ലേഡിക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഫെയർ യൂത്ത് ആരാണ്, ഡാർക്ക് ലേഡി ആരാണ് എന്നൊന്നും ഷേക്സ്പിയർ എവിടെയും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യത്തെ 126 ഫെയർ യൂത്തിനും 28 ഡാർക്ക് ലേഡിക്കുമാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സോണറ്റ് 121 ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്? ഫെയർ യൂത്തിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABAB, CD EFEF GG എന്നുള്ളതാണ്. അയാംബിക് പെൻറ്റാമീറ്ററിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഷേക്സ്പിയർ എഴുതിയിരിക്കുന്ന മിക്ക സോണറ്റുകളും ഇതേ ഫോർമാറ്റിൽ തന്നെയാണ്, അയാംബിക് പെൻറ്റാമീറ്ററിലാണ്. അതുപോലെ തന്നെ ABAB CD EFEF GG എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ ഈ 154 സോണറ്റുകൾ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന തീം എന്ന് പറയുന്നത് ലവ്, ബ്യൂട്ടി, ടൈം, മൊറാലിറ്റി, കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഇവയൊക്കെയാണ് ഇതിലൊക്കെ നമുക്ക് തീമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ 126 സോണറ്റുകൾ അഡ്രസ്സ് ചെയ്യുന്നത് ഫെയർ യൂത്തിനാണെന്ന് പറഞ്ഞില്ലേ. ഈ സോണറ്റുകളിലൊക്കെയും എക്സ്പ്രസ് ചെയ്യുന്നത് പോയറ്റിൻ്റെ അഡ്മിറേഷനും അഡ്വൈസും അതേപോലെ തന്നെ ആഗ്രഹങ്ങളുമാണ്. ഇനി ബാക്കിയുള്ള സോണറ്റുകളാണെങ്കിൽ, ഡാർക്ക് ലേഡിക്ക് അഡ്രസ്സ് ചെയ്തിട്ടുള്ള സോണറ്റുകളാണെങ്കിൽ എക്സ്പ്ലോറിങ് എ മോർ കോംപ്ലക്സ് ആൻഡ് ട്യുമിൽറ്റിയസ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ്. ട്യുമിൽറ്റിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ വളരെ ലൗഡായിട്ടുള്ള, നമുക്കൊരു നോർമൽ അല്ലാത്ത രീതിയിലുള്ള, അതിനാണ് ട്യുമിൽറ്റിയസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെയാണ് ബാക്കിയുള്ള സോണറ്റുകളിൽ 28 സോണറ്റുകളിൽ ഡിസ്കസ് ചെയ്യുന്ന തീമുകൾ. സോണറ്റ് 121 ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. അപ്പോൾ ആദ്യത്തെ ക്വാട്രൈനിലേക്ക് കിടക്കാം. ഇറ്റ്സ് ബെറ്റർ ടു ബി വൈൽ ദെൻ വൈൽ എസ്റ്റീംഡ്, when not to be receives reproach of being, and the just pleasure laws which is so deemed, not by our feeling but by others seeing.
പോയറ്റിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോടുള്ള ഒരു അസഹിഷ്ണുത, ഒരു ഇൻടോളറൻസ് ആണ് ഈ സോണറ്റിലൂടെ പറയുന്നത്. ഈ പോയറ്റിനെ അല്ലെങ്കിൽ ഈ സ്പീക്കറിനെ ഒരുപാട് ആൾക്കാർ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഈ സ്പീക്കറിന് ഇഷ്ടപ്പെടുന്നേയില്ല. അവനവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് വേണം മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരാളെ തിരുത്താൻ എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തീം എന്തൊക്കെയാണ്? ഡിസയർ വരുന്നുണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് വരുന്നുണ്ട്, ഐഡൻറ്റിറ്റി വരുന്നുണ്ട്, റിലേഷൻഷിപ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ തീമാണ് ഈ സോണറ്റിൽ വരുന്നത്? ഡിസയർ, ഡിസപ്പോയിൻമെൻറ്റ്, ഐഡൻറ്റിറ്റി, റിലേഷൻഷിപ്പ്. ദെൻ ഇമോഷൻസ് ഉണ്ട്. ദേഷ്യവും സങ്കടവും ഒക്കെയാണ്. സ്പീക്കറുടെ ദേഷ്യവും സങ്കടവും അസഹിഷ്ണുതയും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് എന്തൊക്കെയാണ് ഈ സോണറ്റിൽ പറയുന്നത്? ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഗിൽറ്റ്, പ്രൈഡ്, റെസിലിയൻസ്, ഇതൊക്കെയും ഇമോഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ക്വാട്രൈനിൽ ഈ സ്പീക്കർ ചോദിക്കുകയാണ്, അതായത് എൻ്റെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് മോശമായിട്ട് ഈവിളായിട്ട് തോന്നുമെങ്കിലും സ്വയം അങ്ങനെ ആയിരിക്കില്ല. അതായത് എൻ്റെ പ്രവർത്തികൾ എനിക്ക് നല്ലതാണ്, മറ്റൊരാൾ നോക്കുമ്പോൾ അത് മോശമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് മോശമായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾക്കത് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും, നിങ്ങളുടേതായിട്ടുള്ള വാലിഡ് പോയിന്റ് ഉണ്ടാവും, നിങ്ങളുടേതായിട്ടുള്ള ലോജിക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഒരാളുടെ ക്യാരക്ടറിനെ മറ്റൊരാളുടെ കണ്ണിലൂടെ കാണുമ്പോൾ അതെപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല. എന്നാൽ അവനവനത് നല്ലതാണ് എന്നാണ് ഒന്നാമത്തെ ക്വാട്രൈനിൽ പറയുന്നത്. രണ്ടാമത്തെ ക്വാട്രൈനിലേക്ക് കടക്കാം. ഫോർ വൈ ഷുഡ് അതേഴ്സ് ഫോൾസ് അഡൾട്രേറ്റ് ഐസ് ഗിവ് സല്യൂട്ടേഷൻ ടു മൈ സ്പോട്ടി ബ്ലഡ് ഓർ ഓൺ മൈ frailties why are frailer spies which in their wills count bad what I think good. ഇതിലെ ഫ്രൈൽറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാത്തവരുണ്ടെങ്കിൽ ദ കണ്ടീഷൻ ഓഫ് ബീങ് വീക്ക് ഓർ ഡെലിക്കേറ്റ് എന്നാണ് ഫ്രൈൽറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക, മറ്റൊരാൾ എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക, അതാണ് പ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തികൾ ശ്രദ്ധിക്കുന്നത്, അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള എൻ്റെ പ്രവർത്തികൾ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്നെക്കാൾ മോശക്കാരനാണ്. സ്വയം കള്ളത്തരം ചെയ്യുന്നതുകൊണ്ടാണല്ലോ മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തെറ്റാണ് എന്ന് തോന്നുന്നത്. ആ ഒരു രീതിയിലാണ് സെക്കൻഡ് ക്വാർട്ടറിൽ പറയുന്നത്. എന്നെക്കാൾ മോശമായിട്ടുള്ള ഒരാളാണ് എൻ്റെ പ്രവർത്തികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് എന്ന്. ഇനി മൂന്നാമത്തെ ക്വാർട്ടറിലേക്ക് കടക്കാം. No, I am that I am, and they that level. At my abuses reckon upon their own. I may be straight, though they themselves be level. By their rank thoughts, my deeds must not be shorn. ഇവിടെ പോയിട്ട് ഒരു താക്കീത് നൽകിയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന, അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് താക്കീത് നൽകിയെന്നാണ്. എനിക്കറിയാം ഞാൻ എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. എൻ്റെ ചിന്തകളെ നിങ്ങളുടെ മോശം ചിന്തകൾ കൊണ്ട് അളക്കാനാവില്ല എന്നാണ് മൂന്നാമത്തെ ക്വാട്രൈനിൽ പറയുന്നത്. എനിക്ക് കൃത്യമായ ധാരണയുണ്ട് ഞാൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മോശം ചിന്തകൾ കൊണ്ട് എൻ്റെ പ്രവർത്തികളെ നിങ്ങൾ വിലയിരുത്തരുത്. ഇനി നാലാമത്തെ കപ്ലറ്റ്. അൺലെസ് ദിസ് ജനറൽ ഈവിൽ ദേ മെയിൻറ്റെയിൻ ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദെയർ ബാഡ്നെസ് റെയിൻ. ഇതൊരു പൊതു തത്വമാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മോശം എക്സ്പീരിയൻസ്ഡ് ഉണ്ടായിട്ടുള്ള ആൾക്കാർ പറയില്ലേ, സാധാരണ നമ്മൾ പൊതുവേ പറയാറില്ലേ ആണുങ്ങളെല്ലാം മോശക്കാരാണ്. ഈ ആണുങ്ങളെല്ലാം മോശക്കാരാണെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പുരുഷനിൽ നിന്ന് എന്തെങ്കിലും മോശം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും ജനറലൈസ് ചെയ്തിട്ട് പറയാം. അത് ശരിയായിരിക്കണം എന്നുണ്ടോ? ഇല്ല. അതുപോലെ അതേ കാര്യം തന്നെയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. ഈ പരദൂഷണം പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിലേക്ക് എന്ത് നടക്കുന്നു എന്ന് ചികഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ വിചാരിക്കുന്നത് എല്ലാവരും മോശക്കാരാണ് എന്നാണ്. ഓക്കെ, അവരുടെ മോശം ചിന്ത കൊണ്ടാണ് അവരങ്ങനെ ഒരു ധാരണ അവർക്കുണ്ടാവുന്നത്. അപ്പോൾ എന്നാണോ അവരുടെ സ്വഭാവം മാറ്റുന്നത്, അതായത് ഈ ലോകത്ത് നല്ല ആൾക്കാരുണ്ട് മോശം ആൾക്കാരുണ്ട്, ഓരോരുത്തരുടെയും പ്രവൃത്തികൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ മറ്റൊരാളുടെ ലൈഫിനെ പ്രൈ ചെയ്യുന്ന ഒരാൾ എന്നാണോ അയാളുടെ സ്വഭാവം മാറ്റുന്നത് അപ്പോൾ മാത്രമേ അയാൾക്ക് നന്മ തിന്മകൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുവരെയും എൻ്റെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ എൻ്റെ ശരികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആവില്ല. ഇതാണ് ഷേക്സ്പിയേഴ്സ് സോണറ്റ് 121 കൊണ്ട് പറയുന്നത്.
ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമായിരിക്കുമല്ലേ. നമ്മളൊരു വഴക്കിടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളോട് വണങ്ങിപ്പോയിട്ടുള്ള ഒരാളോടോ നമ്മൾ പറയുന്ന കാര്യം തന്നെയാണിത്. നിനക്ക് എന്നെ മനസ്സിലാവില്ല, ഇത് എൻ്റെ ശരിയാണ് അല്ലേ, നിൻ്റെ സ്വഭാവം മോശമാണ്, നീ എന്ന് നന്നാവുന്നോ അന്നേ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പറയുന്നൊരു ന്യായമാണ്. അപ്പോൾ നമ്മളുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ സോണറ്റ് 121 പഠിക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്തും ഇത് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരാളോട് വഴക്കിടും, നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളോട് നിങ്ങൾ വഴക്കിടുന്നു, ആ വേണ്ടപ്പെട്ട ആളോട് നിങ്ങൾ പറയുന്ന വാക്കുകൾ തന്നെയായിരിക്കും ഇത്. അങ്ങനെ റിയൽ ലൈഫ് സിറ്റുവേഷനായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ വാക്കുകളും ഓരോ വരികളും നിങ്ങൾക്ക് ബൈഹാർട്ടായിട്ട് ഓർമ്മയുണ്ടാവും. കാര്യം ഒരുപാട് പോയംസും ഫിക്ഷനും പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊന്നും മറന്നു പോവുകയില്ല. അപ്പോൾ ഇതാണ് സോണറ്റ് 121ൻ്റെ വളരെ സർഫേസ് ലെവലായ ഏറ്റവും അടിത്തട്ടിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എപ്പോഴാണ് ഷേക്സ്പിയറിയൻ സോണറ്റുകൾ പബ്ലിഷ് ചെയ്തത് അറിയാവോ? 1609 1609 ഷേക്സ്പിയറിയൻ സോണറ്റുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് തോമസ് ത്രോപ്പ് എന്നുള്ളൊരു വ്യക്തിയാണ്, തോമസ് തോർപ്പ്. ഇതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. തോമസ് തോർപ്പാണ് പബ്ലിഷ് ചെയ്തത്. എങ്ങനെ പബ്ലിഷ് ചെയ്തു? ക്വാർട്ടോ ഫോമിലാണ് നമ്മൾ ഫോളിയോ ക്വാർട്ടോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ക്വാർട്ടോ ഫോമാറ്റിലാണ് 1609 തോമസ് തോർപ്പ് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് തന്നെ ഈ കളക്ഷൻ, ഈ സോണറ്റിൻ്റെ കളക്ഷൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മിസ്റ്റർ WH-നാണ്. ആരാ WH? ആർക്കെങ്കിലും അറിയാവോ? ഷേക്സ്പിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ WH ആരാണ് എന്നുള്ളൊരു അനുമാനം, ഒരു കാര്യം തോമസ് തൈർവിറ്റ് പറഞ്ഞിട്ടുണ്ട്. തോമസ് തൈർവിറ്റ് എന്നുള്ളൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഈ WH എന്ന് പറയുന്ന ആള് വില്ലി ഹ്യൂക്സ് ആണ്. ഈ വില്ലി ഹ്യൂക്സിൻ്റെ, അതായത് വില്ലി ഹ്യൂക്സ് WH-നെയാണ് ഷേക്സ്പിയറിയൻ സോണറ്റുകൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെന്ന് തോമസ് തൈർവിറ്റ് അഭിപ്രായപ്പെട്ടു. ആരാണ് വില്ലി ഹ്യൂക്സ്? ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ, ഷേക്സ്പിയറിൻ്റെ കമ്പനിയിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് വില്ലി ഹ്യൂക്സ്. ആ വില്ലി ഹ്യൂക്സിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ആണ് ഷേക്സ്പിയർ WH-ന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പലയിടത്തും പറഞ്ഞിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് തോമസ് തൈർവിറ്റാണ്. അതേപോലെ തന്നെ സോണറ്റ് 20 ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 20 വിൽസ് ആൻഡ് ഹ്യൂസ് എന്നുള്ള വാക്കുകൾ റിപ്പീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് എംഫസൈസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സൂചനയാണ്. സോണറ്റ് 20 വിൽസും ഹ്യൂസും എന്നുള്ള വാക്ക്, വിൽസ് ആൻഡ് ഹ്യൂസ് എന്നുള്ള വാക്ക് വില്ലി ഹ്യൂക്സിനെ സൂചിപ്പിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഓസ്കാർ വൈൽഡിൻ്റെ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ദ പോർട്രേറ്റ് ഓഫ് മിസ്റ്റർ WH എന്നുള്ളൊരു വർക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങിയതാണ്? സോണറ്റ് 121 തുടങ്ങി, അതിൻ്റെ പബ്ലിക്കേഷനിലേക്ക് പോയി, അത് പബ്ലിഷ് ചെയ്തത്, ഡെഡിക്കേറ്റ് ചെയ്തത് WH-ൽ ആണെന്ന് പറഞ്ഞു. ആ WH-നെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടോ. HSCക്ക് സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്ന ഒരാളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കാം. പോർട്രേറ്റ് ഓഫ് മിസ്റ്റർ WH എന്നുള്ള ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഓസ്കാർ വൈൽഡാണ്. അപ്പോൾ ഇതൊക്കെ ഈ WH വില്ലി ഹ്യൂക്സ് എന്നാണെന്ന് ആരും തെളിയിച്ചിട്ടൊന്നുമില്ല, ഇതിങ്ങനെ പറയപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് വീണ്ടും തോമസ് തോർപ്പിലേക്ക് പോകാം. അദ്ദേഹമാണ് ഇതൊക്കെ പബ്ലിഷ് ചെയ്തത്. ഈ പബ്ലിഷ് ചെയ്തത് എന്താ പറയണ്ടേ, കൃത്യമായിട്ടുള്ള പെർമിഷനൊന്നും ഇല്ലാണ്ടാണ്. അതായത് ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ അനുവാദമില്ലാണ്ട് പബ്ലിഷ് ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടൊരു വ്യക്തിയുണ്ട്. ആരാണ്? സിഡ്നി ലീ ആണ് തോമസ് തോർപ്പിനെ പ്രിഡേറ്ററി ആൻഡ് ഇറസ്പോൺസിബിൾ എന്ന് വിളിച്ചിട്ടുള്ളത്. സിഡ്നി ലീ തോമസ് തോർപ്പിനെ പ്രിഡേറ്ററി ആൻഡ് ഇറസ്പോൺസിബിൾ എന്ന് വിളിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വെൽസും ടൈലറും പറഞ്ഞു തോർപ്പ് വാസ് എ റെപ്യൂട്ടബിൾ പബ്ലിഷർ. ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പബ്ലിഷറാണ് തോർപ്പ്. അദ്ദേഹം ഇങ്ങനെ കട്ടെടുത്ത് പബ്ലിഷ് ചെയ്യുമൊന്നുമില്ല. ആൻഡ് ദർ ഈസ് നത്തിങ് ഇൻട്രിൻസിക്കലി ഇറഗുലർ അബൌട്ട് ഹിസ് പബ്ലിക്കേഷൻ എന്ന് വെൽസും ടൈലറും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈറ്റിൽ പേജിൽ ഈ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഷേക്സ്പിയർ സോണറ്റിൻ്റെ കളക്ഷനിൽ ടൈറ്റിലിൽ TT എന്ന് നൽകിയിട്ടുണ്ട്. ആ TT ആരാണ്? തോമസ് ത്രോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ തോമസ് ത്രോപ്പ് അതേപോലെ തന്നെ മാർലോയുടെയും ബെൻ ജോൺസൻ്റെയും ഒക്കെ വർക്കുകളും കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു അഡീഷണൽ പോയിൻ്റാണ്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ കോഴ്സിൽ ഇതിലും ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റാങ്ക് മേക്കിംഗ് എന്നുള്ള രീതിയിൽ വെറുതെ പരീക്ഷ എഴുതി ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല, ടോപ്പ് റാങ്കിലേക്ക് എത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. 2500 രൂപ മാത്രമേ ഫീസുള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ.